സിറ്റിംഗ് MLA ആണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് രാജിവെച്ചാൽ സ്വാഭാവികമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് വരും. അൻവറിൻ്റെ രാജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരു വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കും. നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം അങ്ങനെ പുറത്തു നിൽക്കുന്ന അൻവർ UDF പിന്തുണയ്ക്കുമ്പോൾ അത് തീർച്ചയായും ഇടതുപക്ഷത്തിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ? അൻവർ പിന്നെ വലതുപക്ഷവുമായിട്ട് UDFുമായിട്ട് ചേർന്നിട്ട് തന്നെ മുന്നോട്ട് പോകാനാണല്ലോ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണല്ലോ നടത്തിയിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ചലനവും അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കേരളം തെളിയിച്ചിട്ടുള്ളതാണ്, നിലമ്പൂർ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും. അൻവർ